എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃതമുഖം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഒരു കഥ പറയാറുണ്ട്. വീട്ടിൽ ചെലവിന് വരുന്ന മുസ്ലിയാര് പെട്ടെന്ന് കയറി വന്നപ്പോ വരാന്തയിലായിരുന്ന സ്ത്രീ ആകെ അസ്വസ്ഥയായിന്ന്, തലയിൽ തട്ടേട്ടിട്ടില്ല. അപ്പൊ മുസ്ലിയാർ മുടി കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുത്ത തുണിയെടുത്ത് തലമറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ സാധാരണ പറയാറുണ്ട്. അങ്ങനെ അവിടുത്തെ തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്ത് കാണുകയുള്ളൂ. അങ്ങനെ അവിടുത്തെ തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്ത് കാണുകയുള്ളൂ. ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അസ്സലാമു അലൈക്കും. എന്റെ പേര് അലി, ശ്രീകണ്ഠപുരത്താണ്. ഈ സൂറത്ത് ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്കിൽ കൂടി വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതിന്റെ വിശദീകരണം നൽകാമോ? വയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു. അതിന് വിശദീകരണം നൽകണമെന്ന്. വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അക്ബർ സാഹിബ് കുവൈത്തിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിന്റെ CD അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് അക്ബർ സാഹിബ് പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട ഇസ്തിആനത്ത് അതിനുണ്ടാകേണ്ട മര്യാദകൾ, അതിനുണ്ടാകേണ്ട രീതികൾ, അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ, ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശിർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട ഇസ്തിആനത്ത് അതിനുണ്ടാകേണ്ട മര്യാദകൾ, അതിനുണ്ടാകേണ്ട രീതികൾ, അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ, ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ
അത് ശിർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃതമുഖം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു കഥ പറയാറുണ്ട്. വീട്ടിൽ ചെലവിന് വരുന്ന മുസ്ലിയാര് പെട്ടെന്ന് കയറി വന്നപ്പോ വരാന്തയിലായിരുന്ന സ്ത്രീ ആകെ അസ്വസ്ഥയായിന്ന്. തലയിൽ തട്ടേട്ടിട്ടില്ല. അപ്പൊ മുസ്ലിയാർ മുടി കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുത്ത തുണിയെടുത്ത് തലമറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ സാധാരണ പറയാറുണ്ട്. അങ്ങനെ അവിടുത്തെ തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്ത് കാണുകയുള്ളൂ.